ഹലോ എവരിവൺ. എൻ്റെ പേര് ആഷിഖ് മുഹമ്മദ്. ആംഗിൾബിലേൺ എന്ന ടെക് കമ്പനിയുടെ സിഇഒ ആണ്. സോ ലാസ്റ്റ് 10 ഇയേഴ്സ് ആയിട്ട് ഒരു മാത്സ് ഓൺലൈൻ ടീച്ചറും കൂടെയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഓൺലൈൻ ടീച്ചിങ് ജോബിലൂടെ 30,000 മുതൽ 1 lakh വരെ ഒരു മാസം എങ്ങനെ ഏൺ ചെയ്യാം, അതിന് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ്, എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഒരു ഓൺലൈൻ ടീച്ചർക്ക് അവൈലബിൾ ആയിട്ടുണ്ട്, ആ ഒരു കരിയറിലേക്ക് നമുക്ക് എത്താൻ എന്തൊക്കെ സ്കിൽസ് വേണം, അതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കിയിട്ട് പറയാം. ആർക്കൊക്കെ ഒരു ഓൺലൈൻ ടീച്ചർ ആവാം, ആർക്കൊക്കെയാണ് ഈ ഒരു കരിയർ സ്യൂട്ട് ആയിട്ടുള്ളത്, അതുപോലെ ഇതൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഈ ഒരു ഓൺലൈൻ ടീച്ചിങ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതുപോലെ എന്ത് സ്കിൽസ് വേണം ഈ ഒരു കരിയറിലേക്ക് എത്താൻ, എന്തൊക്കെ സ്കിൽസ് നമ്മൾ അക്വയർ ചെയ്യണം, എത്ര പെർ മന്ത് ഈ ഓരോ കരിയറിൽ നമുക്ക് പെർ മന്ത് എത്രത്തോളം ഏൺ ചെയ്യാം, ആ കരിയറിലേക്ക് എത്താനുള്ള ഒരു ഐഡിയൽ കരിയർ പാത്ത് എങ്ങനെയായിരിക്കും, അതുപോലെ ഞങ്ങൾക്ക് എന്തൊക്കെ ഹെൽപ്പ്, നിങ്ങൾക്ക് ഈ കരിയറിലേക്ക് എത്താൻ ഞങ്ങൾക്ക് എന്തൊക്കെ ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും എന്നീ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം ആർക്കൊക്കെ ഒരു ഓൺലൈൻ ടീച്ചർ ആവാം, അതിന് ക്വാളിഫിക്കേഷൻ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഡിഗ്രി അല്ലെങ്കിൽ പി ജി, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ പി ജി ഓർ ബി എഡ് അല്ലെങ്കിൽ ടി ടി സി, ഡി എൽ എഡ് പോലെയുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് എന്ത് ചെയ്യാം, ഒരു ഓൺലൈൻ ടീച്ചർ ആവാം. ഡിഗ്രി മാത്രം പഠിച്ചിട്ട് ബി എസ് സി അല്ലെങ്കിൽ ബി എസ് സി ഫിസിക്സ്, ബി എസ് സി മാത്സ് അങ്ങനെ പഠിച്ചിട്ട് ഓൺലൈൻ ടീച്ചർ വന്നവരുണ്ട്, പി ജി കഴിഞ്ഞിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. സോ അതാണ് ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത്, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഉള്ള കാര്യം ഒരു പാഷൻ ഫോർ ടീച്ചിങ് അല്ലേ. ഏതൊരു ജോബിൽ നമുക്ക് ഒരുപാട് കാലം ഹാപ്പി ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ജോബിലൂടെ നമുക്കൊരു പാഷൻ വേണം അല്ലേ. സോ ആ ഒരു പാഷൻ, അതാണ് രണ്ടാമത് വരുന്നത്. മൂന്നാമത്തത് ഒരു കണ്ടിന്യൂസ് ലേണിംഗ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളായിരിക്കണം. കാരണം സിലബസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ടൂൾസും എ ഐ ടൂൾസും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചൊരു ഒരു അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ഒരാളായിരിക്കണം, പഠിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അതുപോലെ തന്നെ ടൈമിൻ്റെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈം, വർക്കിംഗ് ടൈം ആയിട്ട് നമ്മൾ സാധാരണ ഒരു 10 to 6 ജോബ് ആയിരിക്കില്ല. ഉച്ച സമയങ്ങളിൽ ക്ലാസ്, മിക്ക സെൻട്രൽ ഓൺലൈൻ ടെക് കമ്പനീസിലും ക്ലാസ്സുകൾ വരുന്നത് സ്കൂൾ കഴിഞ്ഞിട്ടുള്ള സമയമൊക്കെ ആയിരിക്കും അല്ലേ. ഈവനിങ് 5 to 9 o'clock അല്ലെങ്കിൽ 10 o'clock അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ആ സമയമൊക്കെ ആയിരിക്കും. മിക്കതും ഏർലി മോർണിംഗ് അല്ല, മിക്കതും നൈറ്റ് ആ സമയത്ത് 5 to 10 ആ ഒരു സമയത്താണ് ഉണ്ടാവില്ല. സോ ആ ഒരു വർക്ക് ടൈമിലൊക്കെ വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. സോ ഇത്രയും കണ്ടീഷൻസ് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾ ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഓൺലൈൻ ടീച്ചർ ആവാം. ഇനി നമുക്ക് എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. ഇപ്പോൾ ഒരു ടെക് ആംഗിൾ ബിലേൺ പോലുള്ള ഒരു ടെക് കമ്പനിയിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ സൈലോ പോലുള്ള ടെക് കമ്പനിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഓൺലൈൻ ടീച്ചേഴ്സിനുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ്. അതാണ് ഒരു ഫ്രഷർ ആയിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയ ആദ്യത്തെ കാര്യം എന്തായിരിക്കും, ഏതെങ്കിലും ഒരു ടെക് കമ്പനിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അല്ലേ. ടെക് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ കമ്പനീസിൽ ഓൺലൈൻ ട്യൂട്ടറിങ് അല്ലെങ്കിൽ ഓൺലൈൻ കോച്ചിങ്, ഓൺലൈൻ എൻട്രൻസ് കോച്ചിങ് കൊടുക്കുന്ന കമ്പനീസിനാണ് നമ്മൾ ടെക് കമ്പനി, എഡ്യൂക്കേഷൻ പ്ലസ് ടെക്നോളജി, എട്ടെക് അങ്ങനെയാണ് വാക്കുണ്ടായത്. ആ എട്ടെക് കമ്പനി എന്ന് പറയുന്നത് അതൊരു ഓപ്ഷനാണ്, അതെല്ലാവർക്കും അറിയുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ഫ്രീലാൻസ് ഓൺലൈൻ ടീച്ചിങ് ഉണ്ട് അല്ലേ. ഫ്രീലാൻസ് ഓൺലൈൻ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുകയാണ്, പക്ഷേ അവിടെ ഉള്ളൊരു ഡിഫറൻസ്, നമ്മൾ ടെക് കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ആ കമ്പനി നമുക്ക് സ്റ്റുഡൻസിന് അസൈൻ ചെയ്യും, സ്റ്റഡി മെറ്റീരിയൽ അവർ തരും, പേയ്മെൻറ്റ് പാരൻസിൻ്റെ നിന്ന് അവർ കളക്ട് ചെയ്യും, പാരൻസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവരായിരിക്കും ചെയ്യുന്നുണ്ടാവുക, എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കമ്പനി ആയിരിക്കും ചെയ്യുന്നുണ്ട്. ടീച്ചർക്ക് അവിടെ ഒരു ടെക് കമ്പനിയിൽ എന്താണ് റോള്, ജസ്റ്റ് വരെ ക്ലാസ് എടുക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഫ്രീലാൻസ് ആയിട്ട് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ടേം ഇപ്പോൾ ടീച്ചിങ്ങിൽ മാത്രമല്ല, എല്ലാ കരിയർ മേഖലയിലും ഇപ്പോൾ ഫ്രീലാൻസ് ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഫ്രീലാൻസ് ആയിട്ട് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെ നമ്മൾ തന്നെ കണ്ടെത്തണം അല്ലേ. നമ്മുടെ കമ്മ്യൂണിറ്റീസ് നിന്നോ അതുപോലെ നമ്മുടെ നെറ്റ്വർക്ക് നിന്നോ അല്ലെങ്കിൽ നമ്മളെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സ്കിൽസ് എല്ലാം യൂസ് ചെയ്ത് നമ്മൾ തന്നെ കുട്ടികളെ അറേഞ്ച് ചെയ്യുന്നു, നമ്മൾ അവർക്ക് ക്ലാസ് എടുക്കുന്നു. സോ അവിടെ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടെക് കമ്പനിയിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ പേയ്മെൻറ്റ് കാര്യങ്ങൾ നമുക്ക് കിട്ടും. പക്ഷേ അതിന് അത്ര തന്നെ എഫേർട്ടും കൂടുതലായിരിക്കും അല്ലേ. അത്രയും വർക്ക് വരുന്നുണ്ടാവും. ടീച്ചിങ് മാത്രം ചെയ്താൽ പോരാ, പാരൻസിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഫീ കളക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ക്ലാസ് സ്കെഡ്യൂൾ ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു കമ്പാരിസൺ കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. പിന്നെ ഉള്ളൊരു ഓപ്ഷനാണ് ടീച്ചിങ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള സ്റ്റുഡൻസിന് മാത്രമല്ല, ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പ്രെപ്ലി, സൂപ്പർ പ്രൊഫ് പോലുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ ടീച്ചിങ് അല്ലാത്തൊരു റോൾ ടെക് കമ്പനീസ് ഞാൻ പറഞ്ഞല്ലോ, ആംഗിൾ ബിലൻ എന്നുള്ള കമ്പനി, അല്ലെങ്കിൽ സൂപ്പർ ട്യൂട്ടർ എന്നുള്ള കമ്പനി, അല്ലെങ്കിൽ സൈലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എജുപോർട്ട് കേട്ടിട്ടുണ്ടാവും, അങ്ങനെ ഒരുപാട് ടെക് കമ്പനീസ് ഇട്ടില്ലേ. അവിടെ ടീച്ചിങ് അല്ലാത്ത റോൾസും ഉണ്ട്. അക്കാഡമിക് മെൻറ്റേഴ്സ് ഉണ്ട്, അതേപോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ മാനേജ്മെന്റ് റോൾസ് ഉണ്ട്. അവിടെയൊക്കെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, ഓൺലൈൻ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം,
അവിടെയൊക്കെ അപ്ലൈ ചെയ്യാം. അതല്ലാതെ ലാസ്റ്റ് വരുന്നത് അത് ഓൺലൈൻ അല്ല, ഓഫ്‌ലൈൻ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് കൊടുക്കുന്നത്. അബ്രോഡ് സ്കൂൾസിൽ, എസ്പെഷ്യലി GCC ഗൾഫ് കൺട്രീസിലൊക്കെയുള്ള സ്കൂൾസിൽ പഠിപ്പിക്കാൻ ഓൺലൈൻ ടീച്ചേഴ്സിന് ഓൺലൈൻ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, അവിടെയൊക്കെ അപ്ലൈ ചെയ്യാം. 1 ഇയർ 2 ഇയർ ഒക്കെ എക്സ്പീരിയൻസ്, മിനിമം 1 or 2 ഇയേഴ്സ് ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഗൾഫിലുള്ള ഒരുപാട് ഇന്ത്യൻ സ്കൂളുകളുണ്ട്. ഇന്ത്യൻ സ്കൂളുകളല്ലാതെയും ഉണ്ട്. ഇന്ത്യൻ സ്കൂളുകളിലാണ് ഞാൻ എസ്പെഷ്യലി പറഞ്ഞത്. അവിടെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഒരു ഓൺലൈൻ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ സ്കിൽസ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് അവിടെ ജോബിന് ട്രൈ ചെയ്യാം. ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ആണ് ഓൺലൈൻ ടീച്ചേഴ്സിനുള്ളത്. ഓക്കെ, സോ ഇതല്ലാതെയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിൽ തന്നെ, അബ്രോഡല്ല, നാട്ടിൽ തന്നെയുള്ള പ്രൈവറ്റ് സ്കൂൾസിലും കാര്യത്തിലൊക്കെ നമുക്ക് നോക്കാം. പക്ഷെ അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്തത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് സ്കൂൾസിൻ്റെ സാലറി കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഓപ്ഷൻ ആഡ് ചെയ്യാത്തത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കമ്പാരിസൺ ജസ്റ്റ്, ഞാൻ കുറേ കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു. ഈ ഒരു 5 ജോബ് റോൾ നിങ്ങൾക്ക് അവിടെ കാണാം. ഇതിലെല്ലാത്തിനും ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എത്ര എക്സ്പീരിയൻസ് വേണം, സാലറി എത്ര ഏൺ ചെയ്യാം, പിന്നെ എന്തൊക്കെയായിരിക്കും അവിടെ ഡ്യൂട്ടീസ് വരുന്നത് എന്നുള്ളതൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഫ്രഷർ ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ, ഒരു പുതുതായിട്ട് ഈ ഓൺലൈൻ ടീച്ചിങ്ങിലേക്ക് വരുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ആ ഫസ്റ്റ് ഓപ്ഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ, ടെക് കമ്പനീസിൽ വർക്ക് ചെയ്യുക. കാരണം ബാക്കിയുള്ള എല്ലാ ഇതിനും എക്സ്പീരിയൻസ് വേണം. മിനിമം 1 to 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണ്ട റോളുകളാണ് അത്. പിന്നെ സാലറി, ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ടെക് കമ്പനീസിൽ 8K മുതൽ 30K വരെ ആയിരിക്കും സാലറി. പിന്നെ ടെക് കമ്പനീസിലെ സാലറി എന്ന് പറഞ്ഞാൽ പെർ ഹവർ ആയിരിക്കും. നിങ്ങൾ എത്ര ഹവേഴ്സ് ആണോ ഒരു മാസം ക്ലാസ് എടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും. ഓക്കെ, അത് 150 മുതൽ 250, 300 വരെ കൊടുക്കുന്ന കമ്പനീസ് വരെ ഉണ്ട്. പിന്നെ ഫ്രീലാൻസ് ടീച്ചിങ്ങിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 lakh വരെ ഏൺ ചെയ്യാം. കാരണം അവിടെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ നിങ്ങൾക്ക് അതനുസരിച്ച് തന്നെ വർക്കും കാര്യങ്ങളും കൂടുതലാണ്. കാരണം ടീച്ചിങ് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ പോരാ, കുട്ടികളെങ്ങനെ നിങ്ങൾ അക്വയർ ചെയ്യും, കുട്ടികളെങ്ങനെ കണ്ടെത്തും, അതിൻ്റെ സെയിൽസിൻ്റെ കുറച്ച് സ്കിൽസ് കാര്യങ്ങൾ ആവശ്യമുണ്ട്, ക്ലാസ് ഷെഡ്യൂൾ ചെയ്തതും ഫീസ് കളക്ട് ചെയ്യുന്നതും, അങ്ങനത്തെ ഒരുപാട് ഡ്യൂട്ടീസ് നിങ്ങൾക്ക് അവിടെ എക്സ്ട്രാ വരും. പക്ഷേ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, കാരണം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. കമ്പനിയിൽ വരുന്ന സമയത്ത് ആ ടീച്ചിങ് എന്നുള്ള കാര്യം മാത്രമാണ് ടീച്ചേഴ്സ് ചെയ്യുന്നത്. ഇവിടെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഏണിങ്സിലും അതുണ്ടാവും. അതിപ്പോൾ നിങ്ങൾക്കൊരു 2 ഇയർ 3 ഇയർ എക്സ്പീരിയൻസ് ഉള്ള നിങ്ങൾ അപ് ടു 1 lakh ഞാൻ കൊടുക്കാൻ കാരണം അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, നിങ്ങൾക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് കിട്ടുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടും, കൂടുതൽ പേയ്മെൻറ്റ് വാങ്ങാം. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്ക് 1 lakh വരെ നേടാം. അത് നേരെ ഒരു ഫ്രഷർ ആയിട്ടുള്ള ആൾക്കോ അല്ലെങ്കിൽ ഒരു 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കോ 1 lakh നേടാം എന്നല്ല അതിൻ്റെ അർത്ഥം. 1 ഇയർ എക്സ്പീരിയൻസ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക്, ഫോർ എക്സാമ്പിൾ, ഞങ്ങൾക്ക് ഒരു 10 സ്റ്റുഡൻസിനുണ്ട്, അവർ നിങ്ങൾ വാങ്ങുന്ന ഒരു പെർ ഹവർ 250 ആയിരിക്കും. പക്ഷേ നിങ്ങൾ എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് 3-4 വർഷം എക്സ്പീരിയൻസ് ആകുന്നതനുസരിച്ച് ആ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കിട്ടുന്നതും കൂടും അല്ലേ. കാരണം നല്ല രീതിയിൽ ആദ്യത്തെ വർഷങ്ങളിൽ തന്നെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ അവരെ നിങ്ങൾക്ക് എല്ലാ കൊല്ലവും അവരുടെ ക്ലാസ് കാര്യങ്ങൾ കിട്ടും, അവരുടെ റെഫറൽ ത്രൂ വരുന്ന വേറെ അഡ്മിഷൻസ് ഉണ്ടാകും. നിങ്ങൾക്ക് ഓരോ ഇയറും നിങ്ങളുടെ ഹവർ റേറ്റ് കൂട്ടാം. അങ്ങനെ കൂട്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ അപ് ടു 1 lakh വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏൺ ചെയ്യാം. പിന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ അതിന് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിന് കുറച്ച് പ്രിപ്ലി ഒരു എക്സാമ്പിളാണ്, സൂപ്പർ പ്രൊഫ് ഒരു എക്സാമ്പിളാണ്. അങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ അല്ലെങ്കിൽ ChatGPTയിൽ നോക്കിയാൽ മതി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനുള്ള പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണെന്നുള്ളത്. ഞാൻ 2 എക്സാമ്പിളാണ്, പ്രിപ്ലിയും അതേപോലെ സൂപ്പർ പ്രൊഫ് ഒക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അവിടെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നേരത്തെ നമ്മുടെ ടെക് കമ്പനീസിൽ പറഞ്ഞ ടീച്ചിങ് മാത്രമായിരിക്കും നമുക്ക് ഡ്യൂട്ടി ഉണ്ടാവുക. പക്ഷേ അവിടെ ഇംഗ്ലീഷിലുള്ള ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിരിക്കും. സോ അത് ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആണ്, കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, അതിലേക്കും അപ്ലൈ ചെയ്യാം. പിന്നെ നോൺ ടീച്ചിങ് ജോബ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു, അതിന് എക്സ്പീരിയൻസ് വേണം. അതിന് മന്ത്ലി ഫിക്സഡ് സാലറി ആയിരിക്കും, ഒരു 10 to 6 അല്ലെങ്കിൽ 9 to 6 ആ രീതിയിലായിരിക്കും വർക്ക് ടൈമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവുക. അക്കാഡമിക് മെൻറ്ററായിട്ടോ കണ്ടന്റ് ക്രിയേറ്ററായിട്ടോ മാനേജ്മെൻറ്റ് റോളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ അപ്ലൈ ചെയ്യാം. പിന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ സ്കൂൾസിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള സ്കൂൾസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് പരിചയമുള്ള തന്നെ ഒരുപാട് പേര് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. 1-2 വർഷം അവിടെ എക്സ്പീരിയൻസ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി ബാക്കിയുള്ളവരെക്കാളും കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിട്ട് ഗൾഫ് കൺട്രീസിലെ ഈ സ്കൂൾസിൻ്റെ ഇൻ്റർവ്യൂസിൽ അവർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നെ എന്തൊക്കെ സ്കിൽസ് വേണം എന്നുള്ളതാണ്. ഇപ്പോൾ ജനറലി നമുക്ക് എന്തൊക്കെ സ്കിൽസാണ് ഒരു ഓൺലൈൻ ടീച്ചർ ആവാൻ, എന്തൊക്കെ സ്കിൽസ് വേണം, അതായത് ക്ലാസ് റൂം കറക്റ്റ്, ഓൺലൈൻ ക്ലാസ് റൂം എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ള കാര്യം അറിയണം.
പിന്നെ നമ്മൾ ഡെഫിനറ്റ്ലി ഓൺലൈനിലാണ് ക്ലാസ് എടുക്കുന്നത്. സോ അതിനാവശ്യമായിട്ടുള്ള കുറേ ടെക്നിക്കൽ ടൂൾസ് ഇതിൽ ഡിജിറ്റൽ റൈറ്റിംഗ് ബോർഡ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ LMS ലേൺ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരുപാട് ഡിജിറ്റൽ ടെക്നിക്കൽ ടൂൾസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിൽ കറക്റ്റ് നമ്മൾ അപ്സ്കിൽ ചെയ്യണം. പിന്നെ AI ടൂൾസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസ്, ടീച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് AI ടൂൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ChatGPT, ജെമിനൈ, ഗാമ, ക്യാൻവ, അങ്ങനെ ഒരുപാട് AI ടൂൾസ് ഉണ്ട്. ഇതിനെക്കുറിച്ചിട്ടുള്ള നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ക്ലാസ് എടുക്കാനും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. എഫക്റ്റീവായിട്ട് ക്ലാസ് എടുക്കാൻ നിങ്ങൾക്ക് പറ്റും. പിന്നെ ഓഫ് കോഴ്സ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ക്ലാസ്സിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലെവൽ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിനനുസരിച്ച് ക്ലാസ് എടുക്കാനുള്ള ഒരു സ്കിൽ. പിന്നെ ഇംഗ്ലീഷ് ഫ്ലുവൻസി, ഞാൻ നേരത്തെ പറഞ്ഞ ചില റോളുകൾക്ക് അത് വളരെ മസ്റ്റാണ്, എസ്പെഷ്യലി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് മാത്രമല്ല, ബാക്കിയുള്ള കേസിൽ ഫ്രീലാൻസ് ആണെങ്കിലും വെട്ട കമ്പനീസ് ആണെങ്കിലും ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാകുന്നതാണ്. പിന്നെ ഒരു ഐഡിയൽ കരിയർ പാത്ത്, ഞാൻ ഓൾറെഡി ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെ നിങ്ങൾക്ക് ഒരു നല്ലൊരു ടീച്ചിങ്ങിൽ നല്ലൊരു കരിയറിലേക്ക് എത്താം എന്നുള്ളതാണ്. ആദ്യം ഞാനിപ്പോൾ 5 ഓപ്ഷൻസ് പറഞ്ഞു അല്ലേ, 5 കരിയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തന്നു. അതിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അറിയുന്നുണ്ടാവുക. ഇതിന് ഈ 5 കരിയർ ഓപ്ഷനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഗൂഗിളിലും ChatGPTയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല റിസർച്ച് നടത്തിയിട്ട് നിങ്ങളുടെ ഡ്രീം കരിയർ ഓപ്ഷൻ ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യാം. എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 2 പ്ലാൻ ചൂസ് ചെയ്യുക. കാരണം പ്ലാൻ എ, പ്ലാൻ ബി. ചിലർക്ക് ഇത് ഇൻ്റർനാഷണൽ സ്കൂൾസിൽ പഠിപ്പിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ മെയിൻ എയിം വരുന്നത്. പിന്നെ അതാണ് നിങ്ങളെ എയിം എന്നുണ്ടെങ്കിൽ ഒരു പ്ലാൻ ബി. കാരണം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കണമെന്നില്ല. എന്തെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പ്ലാനും മാറേണ്ടി വരും. സോ അതിനൊരു പ്ലാൻ ബി, ഒരു ബാക്കപ്പ് പ്ലാനും കൂടി അതിന് കണ്ടെത്തുക. എന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആദ്യം നമുക്ക് വേണ്ടത് നിങ്ങൾ ടെക്നിക്കൽ ടൂൾസും അതിൽ AI ടൂൾസിൽ നിങ്ങൾ അപ്സ്കിൽ ചെയ്യുക. ഓൺലൈൻ ടീച്ചർക്ക് മസ്റ്റായിട്ട് വേണ്ട സ്കിൽസാണത്. അതിൽ മാക്സിമം അപ്സ്കിൽ ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ ഇമ്പ്രൂവ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് റൂമിൽ കറക്റ്റ് എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളത് അതിനെക്കുറിച്ച് പഠിക്കുക. സബ്ജക്റ്റ് നോളജ്, ഇപ്പോൾ നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ പഠിപ്പിക്കുന്നത്, മാത്സ് ആണോ ഫിസിക്സ് ആണോ, അതിലൊരു ഡീപ്പായിട്ടുള്ള നോളജ് നിങ്ങൾക്ക് വേണം. അത് ബിൽഡ് ചെയ്യുക, ഡേ ബൈ ഡേ ബിൽഡ് ചെയ്യുക. പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പീരിയൻസ് എവിടെന്നെങ്കിലും കിട്ടുമോ എന്നുള്ള കാര്യം നോക്കുക. അത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യുന്ന കാര്യം ശ്രമിക്കുക. പിന്നെ ഇനീഷ്യലി ആദ്യം നിങ്ങൾ ഈ 5 കരിയറിൽ ഞാൻ എന്ത് പറഞ്ഞാലും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ് ഒരു 1 to 2 ഇയേഴ്സ് ഏതെങ്കിലും ഒരു ടെക് കമ്പനീസിൽ എക്സ്പീരിയൻസ് നോക്കണം. സോ ആ ഒരു 1 to 2 ഇയർ എങ്കിലും മിനിമം ഏത് കരിയറിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിലും ആദ്യം ചെയ്യേണ്ടത് ടെക് കമ്പനീസിൽ 1 to 2 ഇയേഴ്സ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് അത് തന്നെയാണ്, നിങ്ങൾക്ക് ടെക് കമ്പനിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കാലകാലം അങ്ങനെ തുടരാം. അതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നേരത്തെ ഈ 5 കരിയറിനും വേണ്ടിയിട്ടുള്ള സ്കിൽസ് ഞാൻ അവിടെ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ നിങ്ങളുടെ ഗോൾ എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻ്റർനാഷണൽ സിലബസിൽ സബ്ജക്റ്റിനെ കുറിച്ചുള്ള നോളജ് വേണം, ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആണോ. സോ അത് ഇനീഷ്യൽ ഡേയ്സ് മുതൽ തന്നെ ആ ഒരു പ്ലാനിലേക്ക്, ആ ഇംഗ്ലീഷ് ഫ്ലുവൻസിയിലേക്ക് എത്തുന്നതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ അതേപോലെ ഈ ഒരു 2 ഇയേഴ്സൊക്കെ ഏതെങ്കിലും ടെക് കമ്പനിയിൽ എക്സ്പീരിയൻസ് ആയതിനു ശേഷം നിങ്ങളത് സ്വിച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ പഠിക്കുന്നതാണോ, ഫ്രീലാൻസിലേക്കാണോ, സ്കൂൾസിലേക്കാണോ, ആ ഒരു കരിയർ പ്ലാനിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വിച്ച് ചെയ്യാം. സോ ഇങ്ങനെ ഒരു കരിയർ പാത്ത് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആദ്യം മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്തിട്ട് ഈ 5 ഏറ്റവും നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇനിയിപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഇതിൽ ഞങ്ങൾ സൂപ്പർ ട്യൂട്ടർ എന്നുള്ള നമുക്ക് ഞങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞത്. 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ഒരു ഓൺലൈൻ ടീച്ചർ കമ്മ്യൂണിറ്റി ഉണ്ട്. അതൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയാണ്. അവിടെ നമ്മൾ എല്ലാ വീക്കിലും വെബിനാർസും വർക്ക്ഷോപ്സും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിൽ AI ടൂൾസ്, ടീച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള AI ടൂൾസ്, ടെക്നിക്കൽ ടൂൾസ്, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചാണ് വെബിനാർസും വർക്ക്ഷോപ്സും കണ്ടക്ട് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ആ ഗ്രൂപ്പ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീക്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വർക്ക്ഷോപ്സ് അല്ലെങ്കിൽ വെബിനാർസ് അറ്റൻഡ് ചെയ്യാം. അതല്ലാതെ പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ 10 days മാസ്റ്റർ ക്ലാസ് ഉണ്ട്. അവിടെ നമ്മൾ 10 days ക്ലാസ്സാണ്. അതിൽ ടീച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള AI ടൂൾസ്, ടെക്നിക്കൽ ടൂൾസ്, ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പിയർ ടു പിയർ ക്ലാസ് നിങ്ങൾക്ക് അവിടെ ലൈവായിട്ട് ക്ലാസ് എടുക്കാം. ഒരു അസൈൻമെൻറ്റും അതിൻ്റെ കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു 1 to 1 ആയിട്ടുള്ള ഞങ്ങളുടെ എക്സ്പേർട്ട് ടീച്ചേഴ്സ് വന്നിട്ട് നിങ്ങൾക്ക് ഒരു 1 to 1 ആയിട്ടുള്ള ഒരു ഫ്രീ അല്ല, അതിൻ്റെ കൂടെ തന്നെ പേഴ്സണൽ മെൻറ്റർഷിപ്പ് സെഷനും കൂടി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത് 799 ആണ് പേയ്മെൻറ്റ് വരുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു
കംപ്ലീറ്റ് കാര്യങ്ങൾ എ ടു സെഡ് ഓൺലൈൻ ടീച്ചിങ്ങിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള 2 മന്ത് ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ഉണ്ട്. അവിടെ എല്ലാ കാര്യങ്ങളും ഒരു ഓൺലൈൻ ടീച്ചർ ആവാനുള്ള എ ടു സെഡ് കാര്യങ്ങൾ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആവട്ടെ, സ്പോക്കൺ ഇംഗ്ലീഷ് ആവട്ടെ, ടെക്നിക്കൽ ടൂൾസ് ആവട്ടെ, AI ടൂൾസ് ആവട്ടെ, പിന്നെ ക്ലാസ് റൂം മാനേജ്മെന്റ് ആയിക്കോട്ടെ, സയൻസ് ബിഹൈൻഡ് ടീച്ചിങ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എ ടു സെഡ് ഓഫ് ഓൺലൈൻ ടീച്ചിങ് അവിടെ പഠിപ്പിക്കും. 2 മന്ത് കോഴ്സാണ്. കോഴ്സിൻ്റെ കൂടെ തന്നെ ഈ 2 മന്തിൽ തന്നെ 20 പ്രാക്ടിക്കൽ സെഷൻസ് ഉണ്ടാവും. പ്രാക്ടിക്കൽ സെഷൻസ് എന്ന് പറഞ്ഞാൽ അസൈൻമെൻറ്റ്സ് ഉണ്ടാവും. അത് കൂടാതെ പിയർ ടു പിയർ സെഷൻസ് ഉണ്ടാവും. നിങ്ങൾ തന്നെ നിങ്ങളുടെ ടീമിലുള്ള ആൾക്ക് ക്ലാസ് എടുക്കുക, ഡെമോ ക്ലാസ് എടുക്കുക. അതിനുശേഷം ഞങ്ങളുടെ എക്സ്പെർട്ട് മെൻറ്റേഴ്സ്, ടീച്ചേഴ്സ് വന്നിട്ട് അതിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് തരും. എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം, അതിലെന്തൊക്കെയാണ് ഇപ്പോൾ കറൻ്റ്ലി മിസ്റ്റേക്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ് വരുത്തിയത്. അങ്ങനെ ഈ 20 പ്രാക്ടിക്കൽ സെഷൻ ഓരോന്നിനും നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ഫീഡ്ബാക്ക് എന്നിട്ട് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് ആ 2 മന്ത് കഴിയുമ്പോഴേക്കും നിങ്ങളൊരു എക്സ്പേർട്ട് ഓൺലൈൻ ടീച്ചറാക്കി മാറ്റും. ആ 2 മന്ത് കഴിയുന്നതോടുകൂടെ തന്നെ 100% പ്ലേസ്മെൻറ്റ്. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, അറിയില്ല, ഞാൻ ജസ്റ്റ് പറയാം. ആംഗിൾ ബിലൺ എന്നുള്ള കമ്പനീൻ്റെ പിന്നെ എന്താ പറയുക, പാരൻറ്റ് കമ്പനിയാണ് സൂപ്പർ ട്യൂട്ടർ. സോ സൂപ്പർ ട്യൂട്ടറിന് ഈ ഒരു കോഴ്സ് കഴിഞ്ഞ എല്ലാവർക്കും ആംഗിൾ ബിലൺ എന്നുള്ള ഓൺലൈൻ എഡ്ടെക് കമ്പനിയാണ്. 8 years ആയി, പലർക്കും അറിയുന്നുണ്ടാവും. ആ ഒരു കമ്പനിയിൽ 100% പ്ലേസ്മെൻറ്റ്, ഒരു ഓൺലൈൻ ടീച്ചറായിട്ട് 100% പ്ലേസ്മെൻറ്റും കൊടുക്കുന്നതാണ്. അതിൻ്റെ ഫീസ് വരുന്നത് ഞാനവിടെ കൊടുത്തിട്ടുണ്ട്, 25,000 ആണ് ഫീസ് വരുന്നത്. സോ അതിൻ്റെ എൻക്വയറി ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ, 10 days മാസ്റ്റർ ക്ലാസ് അല്ലെങ്കിൽ ടീച്ചർ ട്രെയിനിങ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പറും ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വിളിക്കാം. പിന്നെ ഇതിൻ്റെ അടുത്ത ഈ ഒരു വീഡിയോ ഒരു പാർട്ട് 2 ആയിട്ട്, ഇപ്പം നമ്മൾ ഒരുപാട് AI ടൂൾസും അതുപോലെ ടെക്നിക്കൽ ടൂൾസും ഒക്കെ പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ സ്കിൽസാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, എന്തൊക്കെ ടൂൾസാണ് മെയിൻലി പഠിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഇതിൻ്റെ ഒരു പാർട്ട് 2 വീഡിയോ വരുന്നുണ്ട്. സോ എല്ലാവരും ഈ സൂപ്പർ ട്യൂട്ടർ എന്നുള്ള ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഒരു ഓൺലൈൻ ടീച്ചർ ആവാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.